കോവിഡ്-19 നമുക്കുമേൽ അടിച്ചേൽപ്പിച്ചത് സത്യത്തിൽ യാന്ത്രികമായ ഒരച്ചടക്കമാണ്. ആ യാന്ത്രികമായ അച്ചടക്കത്തെ സർഗാത്മകമായ ആത്മാവിഷ്കാരത്തിലൂടെ അതിജീവിക്കുക എന്ന ഒരു ബൃഹത് സാംസ്കാരിക പദ്ധതിയുടെ ഭാഗമായി പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി രൂപപ്പെടുത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പുസ്തകം എന്ന സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ സംക്ഷിപ്തമായി നിരവധി പ്രിയപ്പെട്ട പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് ഈ കാലം ഏറ്റവും പ്രസക്തമായി ആലോചനക്കെടുക്കേണ്ട ഒരു പുസ്തകം എന്ന അർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കുന്നത് മലയാളികൾക്കെല്ലാം സുപരിചിതമായ, ഒരുപക്ഷെ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ശ്രദ്ധേയനായ ചലച്ചിത്ര പ്രതിഭയായി മാറിക്കഴിഞ്ഞ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട VK ജോസഫിൻ്റെ ജർമ്മൻ യാത്രകളാണ്. 2020 ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സത്യമായും നമ്മൾ അഭിമുഖീകരിക്കുന്ന കോവിഡ്-19 ഭീതിക്കൊപ്പം സങ്കുചിത ഫാസിസത്തിൻ്റെ നവവൈറസുകളും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നൊരു പശ്ചാത്തലത്തിൽ അനിവാര്യമായും സാംസ്കാരിക പ്രവർത്തകർ തുറന്നു വെക്കേണ്ട അവരുടെ പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്ന് എന്തുകൊണ്ടും സാംസ്കാരിക വിമർശകനും കവിയും ചലച്ചിത്ര പ്രതിഭയുമായ VK ജോസഫിൻ്റെ ജർമ്മൻ യാത്രകളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുള്ള അടിസ്ഥാനപരമായ കാരണം ജോസഫിൻ്റെ ജർമ്മൻ യാത്ര പതിവ് യാത്രാ സാഹിത്യത്തിൻ്റെ പൊളിച്ചെഴുത്താണ്. ജർമ്മൻ യാത്രയിൽ നിന്ന് നാസി ഭീകരതയുടെ നിലവിളികളാണ് ജോസഫ് കേൾക്കുന്നത്. ജർമ്മനിയിലെ വളരെ പ്രധാനപ്പെട്ട പ്രശസ്തമായ നിരവധി പട്ടണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണ ഒരു യാത്രക്കാരനെ പുളകം കൊള്ളിക്കുന്ന നിരവധി കാഴ്ചകൾ, ആ കാഴ്ചകളൊന്നും കാണാതെ പോകുന്നില്ല. പക്ഷേ ആ കാഴ്ചകൾക്കൊക്കെ അടിയിൽ വളരെ ആഴത്തിൽ എത്ര കുഴിച്ചു മൂടിയാലും ഹൃദയാലുക്കളായ മനുഷ്യരുടെ കേൾവിയിലേക്ക് ഇടിച്ചു വരുന്ന നിലവിളി, ആ നിലവിളിയാണ് ഫാസിസത്തിൻ്റെ ഭീതിജനകമായ 1933 മുതൽ 45 വരെയുള്ള 12 കൊല്ലക്കാലം വളരെ പ്രബുദ്ധമെന്ന് ഒരു തരത്തിലുള്ള സന്ദേഹവും കൂടാതെ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും തിരിച്ചറിഞ്ഞ മഹത്തായ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രം ഹെഗലിനെപ്പോലുള്ള തത്വചിന്തയിലെ കുലപതികൾക്ക് പിറവി നൽകിയ മാർക്സിനും ഏംഗൽസിനും, അതോടൊപ്പം തത്വചിന്തയുടെ, കലയുടെ, സംഗീതത്തിൻ്റെ ഒക്കെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ മഹാപ്രതിഭകൾക്ക് പിറവി നൽകിയ, ഗോയിത്തയെ സൃഷ്ടിച്ച ബെർത്തോൾഡ് ബത്തനും വാൾട്ടർ ബെഞ്ചമിനും ഷോപ്പനവർക്കും ഒക്കെ പിറവി നൽകിയ തത്വചിന്തയുടെ, ഒരുപക്ഷെ മാർക്സിസത്തിൻ്റെ 3 ഉറവിടങ്ങൾ എന്ന് ലെനിൻ വിളിക്കുന്ന തത്വചിന്തയുടെ ഉറവിടം ജർമ്മനിയിലെ ഹെഗലിലെത്തി നിൽക്കുന്ന തത്വചിന്തയാണ് എന്ന് നാം തിരിച്ചറിയുന്നു. 1919 ഇറ്റലിയിൽ ബെനഡിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാസിയോ ഡി കമ്പാറ്റിമെൻറ്റോ എന്ന ഏറ്റവും പ്രതിലോമകരമായ പ്രസ്ഥാനം, പിൽക്കാലത്ത് അതാണ് ഫാസിസം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടത്, ആ ഭീകര രാഷ്ട്രീയം ഇറ്റലിയെ പിടികൂടിയപ്പോൾ 1922 അന്ന് മുതൽ തന്നെ ഇറ്റലിയിൽ സംഭവിച്ചത് വളരെ ജാഗ്രത പുലർത്തുന്നില്ലെങ്കിൽ ജർമ്മനിയിലും സംഭവിക്കാം എന്ന് പലരും മുന്നറിയിപ്പുകൾ നൽകിയപ്പോൾ ഇറ്റലി അല്ല ജർമ്മനി എന്ന് ജർമ്മൻകാർ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു.
ആ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമുണ്ടായിരുന്നു, അടിത്തറ ഉണ്ടായിരുന്നു. പക്ഷേ അതേ ജർമ്മനിയിലാണ് മാർക്സിനും ഏംഗൽസിനും ലോകത്തിലെ ഏറ്റവും മനോഹരമായ മനുഷ്യത്വത്തിൻ്റെ മഹാദാർശനികതയ്ക്ക്, ഏറ്റവും ഉന്നതമായ നൈതികതയുടെ ഉറവയായി വർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാർക്സിയൻ തത്വശാസ്ത്രത്തിൻ്റെ ആധാരമായ ചിന്തകൾക്ക് അടിപ്പടവുകളിട്ട മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും സോഷ്യലിസത്തിനും വേണ്ടി ജീവൻ പണയം വെച്ച എത്രയെത്രയോ പ്രക്ഷോഭകാരികളുടെ സ്മരണകൾ ഇരമ്പുന്ന അതേ ജർമ്മനിയിൽ തന്നെയാണ് എല്ലാ ജനാധിപത്യ സോഷ്യലിസ്റ്റ് മാനവിക കാഴ്ചപ്പാടുകളെയും കുഴിച്ചു മൂടുന്ന ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഭീകരമായ പ്രതിലോമ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായി അഡോൾഫ് ഹിറ്റ്ലർ 1933 രാഷ്ട്രീയ നേതൃത്വം പിടിച്ചടക്കുന്നത്. ഇത്രയും ഒരു ആമുഖം അനിവാര്യമായി തീരുന്നത് ഇന്ന് എന്തുകൊണ്ട് വി.കെ. ജോസഫിൻ്റെ ജർമ്മൻ യാത്രകൾ നാസി ഭീകരതയുടെ നിലവിളികൾക്കിടയിലൂടെ എന്ന പുസ്തകം നമ്മൾ വായിക്കണം. ആ പുസ്തകം ജർമ്മനിയെ മാത്രമല്ല, പഴയ ജർമ്മനിയിൽ സംഭവിച്ചത് പുതിയ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കുമോ എന്ന ആശങ്ക ഒരു കറുത്ത തുറിച്ചുനോട്ടമായി ഒരുപക്ഷെ നമ്മുടെ കാലത്തെ ഫാസിസത്തിൻ്റെയും ജാതിമേൽക്കോയ്മയുടെയും വൈറസുകൾ കയറി മലിനമായ ഒരു ഭാഷയിലെ രൂപകമാണ് യാദൃച്ഛികമായി എൻ്റെ നാവിൻ തുമ്പത്ത് വന്നത് എന്ന കുറ്റബോധത്തോടെ ഞാൻ പറയട്ടെ. ചാരനിറമാർന്ന ഫാസിസ്റ്റ് പക്ഷികൾ നമ്മുടെ ആകാശത്തിൻ്റെ നീലിമയെ കീറിമുറിച്ചുകൊണ്ട് പറന്നുപോയ ഒരു കാലത്തെ ജോസഫ് ഓർമ്മിച്ചെടുക്കുമ്പോൾ ആ ഓർമ്മ ഏതോ വിദൂരമായ ഭൂതകാലത്തിലെ ഓർമ്മയല്ല, അസന്നമായ ഇന്ത്യൻ രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് എന്നൊരു തിരിച്ചറിവാണ് അത് നമുക്ക് പകർന്നു നൽകുന്നത്. അതുകൊണ്ട് വളരെ ചുരുക്കി വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഈ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ നാസി ഭീകരതയുടെ നിലവിളികൾക്കിടയിലെ വി.കെ. ജോസഫ് എന്ന ചലച്ചിത്ര പ്രതിഭ നടത്തിയ യാത്ര, മാർക്സിൻ്റെ സ്മരണകൾ, ഏംഗൽസിൻ്റെ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശോജ്വലമായ ഓർമ്മകളും അതോടൊപ്പം ഹിറ്റ്ലർ കുരുതി കഴിച്ച ലക്ഷക്കണക്കിന് ജൂതരുടെയും ജനാധിപത്യവാദികളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒക്കെ കത്തിക്കരിഞ്ഞിട്ടും ഇപ്പോഴും കുതറിക്കൊണ്ടിരിക്കുന്ന ധീരമായ സ്മരണകൾ. ഒരുപക്ഷെ ജർമ്മനി രണ്ട് വിരുദ്ധ പ്രവണതകൾ വലിഞ്ഞു മുറുകി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ആ വലിഞ്ഞു മുറുകി നിൽക്കുന്ന വിരുദ്ധാവസ്ഥകൾക്കിടയിലൂടെ കടന്നുപോയ ഒരു സാംസ്കാരിക പ്രവർത്തകൻ്റെ മാനസികമായ വിക്ഷോഭങ്ങളാണ്, അതോടൊപ്പം സ്വപ്നങ്ങളാണ്, സങ്കല്പങ്ങളാണ് ഈ കൃതി പങ്കുവെക്കുന്നത്. ജോസഫിൻ്റെ ജർമ്മൻ യാത്രകളെ ഒറ്റ വാക്യത്തിൽ സംക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടാൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലക്ക് നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും, ഇത് സ്വപ്നത്തിൻ്റെ, സ്മരണകളുടെ, സത്യത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സംവാദത്തിൻ്റെ പുസ്തകമാണ്. ഇത് സൗഹൃദത്തിൻ്റെയും സംവാദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുസ്തകമാണ് എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഇത് ഫാസിസത്തിനെതിരായ ഒരു സമര പുസ്തകവുമാണ്. അങ്ങനെ പതിവ് യാത്രാ പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വി.കെ. ജോസഫിൻ്റെ പുസ്തകം ഏതർത്ഥത്തിലും വേറിട്ട് നിൽക്കുന്നത് അതിലെ സൗഹൃദത്തിൻ്റെ ഒരു വലിയ വിസ്തൃതമായ ലോകം. ഈ പുസ്തകത്തിൽ ഒരിടത്ത് ജോസഫ് കൃത്യമായും പറയുന്നുണ്ട്, ഒരുപക്ഷെ കേരളത്തിലെ, ഇന്ത്യയിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളെന്ന നിലക്ക് സ്വയം ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൽ അദ്ദേഹം നൽകുന്ന ഒരു പ്രതികരണമുണ്ട്. അത് ഏറ്റവും പുളകം നൽകുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: ഏറ്റവും നല്ല സിനിമ എന്താണ്? മറ്റർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നല്ല സിനിമ നമുക്ക് എന്തനുഭവമാണ് പകർന്നു നൽകേണ്ടത്? ഇത് സിനിമയെക്കുറിച്ച് മാത്രമുള്ളൊരു ചോദ്യമല്ല.
എല്ലാ നന്മയും പകർന്നു നൽകുന്ന നിർവൃതികളുടെ നിർവചന വിധേയമല്ലാത്ത ഒരു അനുഭൂതി ലോകത്തെയാണ് വി കെ ജോസഫ് അഭിമുഖീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഒരു സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങിയാൽ നമ്മുടെ തലക്കുമുകളിലുള്ള ആകാശം കുറേ കൂടി നീലനിറം ഉള്ളതായും നമുക്ക് ചുറ്റുമുള്ള മരങ്ങളും ചെടികളും പുൽക്കൊടികളും പോലും വളരെയേറെ പച്ചപ്പുള്ളതായും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ചിരി വളരെ മനോഹരമായും നമുക്ക് കാണാനാവുന്നുണ്ടെങ്കിൽ നമ്മളൊരു നല്ല സിനിമ കണ്ടു എന്ന് തന്നെയാണ് അർത്ഥം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ചെറിയ ലോകങ്ങളിൽ നിന്ന് വിസ്തൃതമായ, ഒരുപക്ഷെ നമ്മുടെ വിശകലനങ്ങളിൽ നിന്നും വിവരണങ്ങളിൽ നിന്നുമൊക്കെ വഴുക്കുന്ന ഈ പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ അപാരതയിലേക്ക്, അനന്തതയിലേക്ക് നമ്മെ തന്നെ വിമോചിപ്പിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഭാരക്കുറവുണ്ടല്ലോ. ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും അധികാരം പുറത്താക്കപ്പെടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിവരണ വിധേയമല്ലാത്ത ആന്തരികമായൊരു നിർവൃതിയുണ്ടല്ലോ. ആ നിർവൃതിയാണ് തീർച്ചയായിട്ടും ഒരു നല്ല കല, ഒരു സിനിമ, ഒരു കവിത പകർന്നു നൽകേണ്ടത്. എന്നാൽ ജർമ്മൻ യാത്രകൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ നിലവിളികളുടെ, പറയപ്പെടാതെ പോയ എത്രയെത്രയോ സങ്കടങ്ങളുടെ, പരസ്പരം കാണാൻ കഴിയാതെ പോയ, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ചിതറിപ്പോയ അനേകം ജീവിതങ്ങളുടെ ഒക്കെ കഥയാണ്. പക്ഷേ ആ നിലവിളികൾക്കിടയിലും നമുക്ക് സൗഹൃദം, സ്നേഹം കാത്തു സൂക്ഷിക്കാൻ കഴിയും. അതിന് ഒരു ഉപാധി ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ഉപാധി എന്ന് പറയുന്നത് മറവികൾക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ മനുഷ്യർ പുലർത്തേണ്ട നിതാന്തമായ ജാഗ്രതയെക്കുറിച്ചാണ്. മറവി തന്നെയാണ് മരണം. എലി വീസലിനെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ട് പ്രശസ്തമായ രാത്രി എന്ന രചന നിർവഹിച്ച എലി വീസലിൻ്റെ ഒരു വാക്യം ജോസഫ് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നടന്നതെല്ലാം നമുക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, നടക്കാൻ പാടില്ലാത്ത നടന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ആ ഓർമ്മ നാം സൂക്ഷിക്കുകയാണെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ അത് സഹായകമാകും. ഒരുപക്ഷേ ഇതൊരു ഓർമ്മയുടെ പുസ്തകമാണ് എന്ന് ഞാൻ പറയുന്നത് ഭൂതകാലത്തിലെ, പ്രത്യേകിച്ചും നാസി ഭീകരകാലത്തിലെ ഒരുപാട് ഓർമ്മകളെ ഈ പുസ്തകം ഈ യാത്രക്കിടയിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, മറിച്ച് മറവികൾക്കെതിരെ ഓർമ്മകൾ നയിക്കുന്ന സമരം അധികാരത്തിനെതിരായ സമരമാണ് എന്ന മിലാൻ കുന്ദേരയുടെ വാക്കുകൾക്ക് അടിവരയിടുകയാണ് ഈ ജർമ്മൻ യാത്രകളിലെ അനുഭവങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ കല ചെയ്യുന്നത് ജോസഫ് ആവർത്തിക്കുന്നുണ്ട്. മാനവികതയുടെ ഭൂമിയും ആകാശവും പൂത്ത് വിടർത്ത് സുഗന്ധം പരത്തുന്ന ഒരനുഭവമാണ് കലാസ്വാദനം. അതുകൊണ്ട് ഇത് ഓർമ്മയുടെ പുസ്തകമാണ്. അതോടൊപ്പം ഇത് കലയുടെ, സംഗീതത്തിൻ്റെ, ചിത്രത്തിൻ്റെ ഒക്കെ പുസ്തകമാണ്. വി കെ ജോസഫിൻ്റെ ജർമ്മൻ യാത്രകൾ എന്ന പുസ്തകം കയ്യിലെടുക്കുമ്പോൾ പ്രശസ്ത കലാപ്രതിഭ വിനോദ് ആണ് ഇതിൻ്റെ കവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കവറിൽ എടുത്തു ചേർത്തിരിക്കുന്നത് ഫെലിക്സ് നോസ്ബോമിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്. ഞാൻ വിചാരിക്കുന്നു ഈ പുസ്തകം തുറക്കുന്നതിന് മുമ്പ് തന്നെ ഫെലിക്സ് നോസ്ബോമിൻ്റെ ആ പെയിൻറ്റിംഗ് മാത്രം മതി നിസ്സഹായരായ മനുഷ്യരുടെ നിലവിളിയുടെ ആഴം നമ്മെ ബോധ്യപ്പെടുത്താൻ. നിങ്ങൾ ആ പുസ്തകത്തിൻ്റെ, ഞാൻ തുടക്കത്തിൽ ആ പുസ്തകം ഈ അവതരണത്തിൻ്റെ ആമുഖമായി കാണിച്ചുവല്ലോ, ആ ചിത്രം നോക്കൂ. ദ ക്യാമ്പ് എന്ന് പറയുന്ന 1940 39 വയസ്സിൽ 39ാമത്തെ വയസ്സിൽ കൊല ചെയ്യപ്പെട്ട, ഒരുപക്ഷെ ഫെലിക്സ് നോസ്ബോമിനെ പറ്റി തന്നെ കൂടുതൽ പറയാനുണ്ട്. ഏറ്റവും വികാരനിർഭരമായ ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മിക്കുകയാണ്.
അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ നോസ്ബാം കുടുംബവും അച്ഛനും അമ്മയും എല്ലാം ഹിറ്റ്ലർ അധികാരത്തിൽ വന്ന ഉടനെ ജർമ്മനിയിൽ ജീവിക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ നമ്മൾ മറന്നു പോകരുത്, ഫെലിക്സ് നോസ്ബോമിൻ്റെ പിതാവ് ജർമ്മനിയിലെ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു. സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി പരമാവധി ഊർജം ചെലവഴിച്ച ഒരു പട്ടാളക്കാരൻ. പക്ഷേ ആ പട്ടാളക്കാരന് പോലും ഹിറ്റ്ലറുടെ സങ്കുചിത ദേശീയത കത്തിപ്പടർന്ന കാലത്ത് ജർമ്മനിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ പല സ്ഥലത്തും ഒളിച്ചോടുകയാണ്. ഒടുവിൽ കുടുംബം സ്വിറ്റ്സർലാൻഡിലെത്തിപ്പെടുന്നു. അവിടെ വെച്ച് അച്ഛനും അമ്മയും ഞങ്ങൾക്ക് ജർമ്മനിയിലേക്ക് തിരിച്ചു പോകാതെ വയ്യ എന്ന് പറയുമ്പോൾ കണ്ണീരോടുകൂടിയാണ് ഫെലിക്സ് നോസ്ബോം എന്ന വലിയ കലാപ്രതിഭ അതിന് അനുവാദം കൊടുക്കുന്നത്. പക്ഷെ പിന്നീട് അയാൾ അറിയുന്നത് നോസ്ബോം കുടുംബത്തിലെ മുഴുവൻ പേരും കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ സംഘർഷങ്ങളെല്ലാം ഉൾപ്പെടുത്തി വരച്ച ചിത്രമാണ്. അഭയാർത്ഥി ജീവിതത്തിൻ്റെ അശാന്തിയാണ്, നിലവിളികളുടെ അടയാളപ്പെടുത്താനാവാത്ത ആഴമാണ് ജർമ്മൻ യാത്രകൾ എന്ന പുസ്തകത്തിൻ്റെ മുഖചിത്രം. ആ ചിത്രം നോക്കൂ. ആ കുനിഞ്ഞ് നിസ്സഹായനായി തളർന്നു കിടക്കുന്ന ആ മനുഷ്യൻ ഒരു ജൂതനല്ല, മറിച്ച് ജർമ്മനിയിൽ വേട്ടയാടപ്പെട്ട മുഴുവൻ ജൂത സമൂഹത്തെയും അതോടൊപ്പം തന്നെ ജനാധിപത്യ, സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാട് പുലർത്തിയ മുഴുവൻ പ്രക്ഷോഭകാരികളെയുമാണ് ആ പുസ്തകം അടയാളപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള ഒരു ചിത്രത്തിൽ നിന്ന് ആ ചിത്രം തന്നെ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് തുറന്നു വെച്ച വലിയൊരു വഴിയാണ്. അതിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. പക്ഷേ മലയാളികളായ നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന്, ഈ യാത്രാ പുസ്തകത്തിൽ നിന്ന് ആദ്യം കണ്ടെടുക്കുക എന്തായിരിക്കും? എനിക്കൊരു സംശയവുമില്ല. അതിലൊന്ന്, കാറൽ മാർക്സിനെ കുറിച്ച് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയൊരു പുസ്തകം. 1912 ആ പുസ്തകം എഴുതുന്നത്. ജോസഫ് ഒരുപക്ഷെ മാർക്സ് മ്യൂസിയം കാണുമ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിശബ്ദമായി ചരിത്ര സ്മരണകൾ ഇരമ്പുന്ന ഒരു മ്യൂസിയത്തിലൂടെ കാതോർത്ത് കണ്ണുകൂർപ്പിച്ച് നിരവധി സന്ദർശകർ മൗനത്തിൽ എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കുന്ന ഒരു സമയത്താണ് ഒരു ചില്ലലമാരിയിൽ മാർക്സിനെക്കുറിച്ച് ആദ്യകാലത്ത് എഴുതപ്പെട്ട 16 പുസ്തകങ്ങൾ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ആ അലമാരിയുടെ മുന്നിലെത്തുമ്പോൾ ഇംഗ്ലീഷിലും ജർമ്മൻ ഭാഷയിലും ഇറ്റാലിയൻ ഭാഷയിലും ഒക്കെ എഴുതപ്പെട്ട പുസ്തകങ്ങൾക്കിടയിൽ അതാ ഒരു മലയാള പുസ്തകം. അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയ മാർക്സിൻ്റെ ഹ്രസ്വമായ ജീവിത കഥയാണ്. അപ്പോൾ ജോസഫ് തുള്ളിപ്പോയി. ആരും തുള്ളിപ്പോകും. അതാണ് നാം വളർന്ന പിറന്ന ഭാഷയുടെ, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയുടെ ഊർജം, അതിൻ്റെ ചൈതന്യം. വിനോദയെ ഞാൻ വിചാരിക്കുന്നു ഈ പുസ്തകത്തിലെ ഏറ്റവും ഹൃദ്യമായ ഒരു സന്ദർഭമായി മലയാളി വായനക്കാർ ആദ്യം ഓർമ്മിച്ചെടുക്കുക അതായിരിക്കും. പിന്നെ സ്റ്റുട്ട്ഗാർട്ട് എന്ന നഗരത്തിലൂടെ നടക്കുമ്പോൾ ഒരുപക്ഷെ മലയാളിക്ക് മറക്കാനാവാത്ത ഹെർമൻ ഗുണ്ടർട്ട്. ഇന്നും മലയാളത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലെ കുത്തും കോമയും ചോദ്യചിഹ്നങ്ങളും അടക്കമുള്ള പങ്ക്ച്വേഷൻ മാർക്ക് മലയാള ഭാഷയ്ക്ക് നൽകിയത് നമ്മൾ അന്തം വിട്ടുപോകും. ഒരു മലയാളി അല്ല, മലയാളത്തിൻ്റെ വ്യാകരണം എഴുതിയ, മലയാളത്തിന് ഡിക്ഷണറി ഉണ്ടാക്കിയ, എന്തിനധികം പറയുന്നു, ഒരു ഭാഷയുടെ എക്കാലത്തെയും സൂക്ഷ്മതക്ക്, അതിൻ്റെ സൗന്ദര്യത്തിന് കരുതലും കാവലുമായി നിൽക്കുന്ന ഭാഷയിലെ മൊഴികൾ, പഴമൊഴികൾ. ഗുണ്ടർട്ടാണ് 1845 ഇതേ കാലത്ത് തന്നെയാണ് ഫ്രെഡറിക് ആംഗൽസ് ഇംഗ്ലണ്ടിലെ വ്യാവസായിക തൊഴിലാളികളുടെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് പെട്ടെന്ന് അത് ഓർക്കാൻ കാരണം COVID-19 പശ്ചാത്തലത്തിൽ നാം അതോർത്തേ പറ്റൂ. ഇംഗ്ലണ്ടിലെ തൊഴിലാളികളുടെ അവസ്ഥ, ദ കണ്ടീഷൻ ഓഫ് ദി വർക്കിംഗ് ക്ലാസ് ഓഫ് ഇംഗ്ലണ്ട് എന്ന പുസ്തകം 1845 ആംഗൽസ് എഴുതുമ്പോൾ ഇവിടെ മലയാള ഭാഷയുടെ സ്പന്ദിക്കുന്ന ഹൃദയവും പുകയുന്ന തലച്ചോറും
ഒരുമിക്കുന്ന അതിൻ്റെ മൊഴികൾ പേരറിയുന്നവരും പേരറിയാത്തവരുമായ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സർവവിജ്ഞാനകോശ തുല്യമായ ജ്ഞാനം എന്ന് തന്നെ പറയാവുന്ന ഫോക്ലോർ, അതിൻ്റെ മൗലിക സ്രോതസ്സായ പഴഞ്ചൊല്ല്. ഞാൻ പറഞ്ഞു വരുന്നത് ഗുണ്ടട്ടും ഹെർമനസയും ഒക്കെ ഉൾക്കൊള്ളുന്ന മലയാളി ജീവിതത്തെ ത്രസിപ്പിക്കുന്ന നിരവധി കാഴ്ചകൾ. തുടക്കത്തിൽ പറഞ്ഞു, നാസി കാലഘട്ടത്തിലെ നിലവിളിയാണ്. അതെ, നിലവിളിയുണ്ട്. ഏത് ചിരിക്കും മുകളിൽ, ഏത് കൗതുകത്തിനും പുളകത്തിനും മുമ്പിൽ, ഏത് ജ്ഞാനത്തിനും മുകളിൽ ജർമ്മൻ ചരിത്രത്തിൽ നിന്ന് കുഴിച്ചു മൂടപ്പെട്ട, കത്തിച്ച് ചാരമാക്കപ്പെട്ട, വിഷവാതകം ശ്വസിപ്പിച്ച് കൊന്ന് കുഴിച്ചു മൂടിയ അനേകായിരം ജന്മങ്ങളുടെ വിതുമ്പലും പറയപ്പെടാതെ പോയ ആ സമയത്തെ സങ്കടങ്ങളുമെല്ലാം ഈ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് രണ്ടുദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരു ചലച്ചിത്ര പ്രതിഭ എന്ന അർത്ഥത്തിൽ നിരവധി ചലച്ചിത്ര പ്രതിഭകളെ ആനുഷംഗികമായി പരാമർശിച്ചും സാമാന്യം വിശദമായി വിസ്തരിച്ചും ജോസഫ് ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ആനുഷംഗികമായൊരു പരാമർശം ഒരുപക്ഷെ ഇന്നും നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. അത് ലെനി റീഫൻതാളിനെ കുറിച്ചാണ്. ജർമ്മനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കറിയാം, ഒരു കാലത്ത് ജർമ്മൻ സംസ്കാരത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും ദൈക്ഷണികതയുടെയും കേന്ദ്രമായിരുന്നു ന്യൂറംബർഗ്. എന്നാൽ അതേ ന്യൂറംബർഗിനെ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ കൊള്ളരുതായ്മകളെയും മനുഷ്യത്വ വിരുദ്ധതയുടെയും കൂത്തരങ്ങാക്കി അപജയപ്പെടുത്തുകയാണുണ്ടായത്. സത്യത്തിൽ 2 ന്യൂറംബർഗിനെ കുറിച്ചാണ് നമ്മുടെ ചരിത്രം പറയാറുള്ളത്. ഞാൻ വിചാരിക്കുന്നു നാം 3 ന്യൂറംബർഗിനെ കുറിച്ച് പറയണം. അതിലൊന്നാമത്തെ ന്യൂറംബർഗ് നേരത്തെ ചൂണ്ടിക്കാണിച്ച ദൈക്ഷണികതയുടെയും നവോത്ഥാനത്തിൻ്റെയും ന്യൂറംബർഗാണ്. രണ്ടാമത്തെ ന്യൂറംബർഗ്, അതാണ് ജോസഫ് ഈ പുസ്തകത്തിൽ ഒരൊറ്റ മിന്നൽ പരാമർശത്തിലൂടെ, എന്നാൽ ആ മിന്നൽ പരാമർശത്തിൽ നിന്ന് നമുക്ക് വിസ്തൃതമായ ഒരു ലോകത്തിലേക്ക് കടക്കാൻ ജോസഫ് ഒരു വാതിൽ അവിടെ പണിതിട്ടുണ്ട്. അത് ലെനി റീഫൻതാൾ എന്ന ലോക സിനിമയിലെ ശ്രദ്ധേയമായ പേരാണ് അവർ ചെയ്തത്. തീർച്ചയായിട്ടും ഫാസിസത്തോട് ആഭിമുഖ്യം പുലർത്തിയ ഒരു കലാപ്രതിഭയല്ല, പക്ഷേ അവരാണ് ഫാസിസത്തിന് അനുകൂലമായ ഏറ്റവും കലാമൂല്യമുള്ളൊരു സിനിമ ഒരുക്കിയത് എന്നുള്ളത് അരാഷ്ട്രീയതയെക്കുറിച്ചുള്ള ആലോചനയിൽ അനിവാര്യമായും വിസ്മരിക്കാനാവാത്ത ഒരു അധ്യായം മാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ന്യൂറംബർഗ് ഹിറ്റ്ലറുടെ സൈനികവൽക്കരിക്കപ്പെട്ട റാലികളുടെ കേന്ദ്രമായിരുന്നു. 1934 ന്യൂറംബർഗ് റാലിയാണ് ലെനി റീഫൻതാൾ അവതരിപ്പിച്ചത്. അതാണ് ദ ട്രയംഫ് ഓഫ് ദ വിൽ, ഇച്ഛാശക്തിയുടെ മഹാവിജയം എന്ന അവരുടെ സിനിമ. അത് ഫാസിസത്തിൻ്റെ പരസ്യമായി മാറുകയാണുണ്ടായത്. അതുപോലെ നിരവധി മഹാപ്രതിഭകൾ അവരുടെ സിനിമകൾ, നോവലുകൾ, ജീവിതാനുഭവങ്ങൾ, സൗഹൃദം എല്ലാം പങ്കുവെക്കുന്ന ജോസഫിൻ്റെ ജർമ്മൻ യാത്രകൾ പതിവ് യാത്രാവിവരണ ഗ്രന്ഥങ്ങളിലൊന്നായി നാം പരിഗണിക്കരുത്. 2020 ഇന്ത്യൻ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പുസ്തകം തുറക്കുമ്പോൾ നാം പഴയ നാസി കാലത്തെ ജർമ്മനിയെ മാത്രമല്ല, നാം ജോസഫ് ഈ ഒരു പുസ്തകരചനയ്ക്ക് നിമിത്തമായി തീർന്നത് 2018 മാൻഹൈം, ഹൈഡൽബർഗ് എന്ന ജർമ്മനിയിലെ പ്രശസ്തമായ പട്ടണത്തിൽ നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മത്സരത്തിലെ ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് 2014 ജോസഫ് ജർമ്മനിയിലെത്തുന്നത്. അവിടെ നിരവധി സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുമായി സൗഹൃദം പങ്കുവെക്കാൻ ജോസഫിന് കഴിഞ്ഞതിൻ്റെ കൂടി അനുഭവങ്ങളാണ്, അനുഭൂതികളാണ് ഈ പുസ്തകത്തിൽ. ഒരുപക്ഷെ സൗഹൃദത്തിൻ്റെ കൂടി ഒരു പുസ്തകമാണ്. ഇതിൽ പറയുന്നുണ്ട്, യഥാർത്ഥ സൗഹൃദം നിശബ്ദമായി സഞ്ചരിക്കുന്നു, അതിന് പുറമോടികളില്ല, അത് ബഹളം വെക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നു ഭാഷയിലെ ഏറ്റവും മുറിപ്പെടുത്തുന്ന വാക്ക്
മറവിയാണെങ്കിൽ ഭാഷയിൽ മധുരം തുളുമ്പുന്ന വാക്ക് സൗഹൃദമാണ്. ജോസഫിൻ്റെ ജർമ്മൻ യാത്രകൾ മറവിക്കെതിരെ, ഓർമ്മകളുടെ എല്ലാ തരത്തിലുള്ള സങ്കുചിതത്വത്തിനും യാന്ത്രികതക്കുമെതിരെ, സർഗാത്മകതയുടെയും സൗഹൃദത്തിൻ്റെയും എല്ലാവിധ ഏകഭാഷണങ്ങൾക്കുമെതിരെ സംവാദത്തിൻ്റെയും പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്രാ പുസ്തകത്തിലൂടെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഞാനിത് അവസാനിപ്പിക്കുന്നത് ഈ പുസ്തകത്തെപ്പറ്റി, സത്യത്തിൽ നമുക്ക് പ്രിയപ്പെട്ട പുസ്തകത്തെപ്പറ്റി, നമുക്ക് പ്രിയപ്പെട്ട ജീവിതത്തെക്കുറിച്ച് ഒരുപക്ഷെ സംസാരിക്കുമ്പോൾ സംഭവിച്ചു പോകാവുന്ന മൗലികമായ വീഴ്ച, ഔചിത്യം പോലും നഷ്ടപ്പെടാം. അതുകൊണ്ട് ചെറിയ ഒരു സമയത്ത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി, ആ ജില്ലാ കമ്മിറ്റിയെ, സംഘം പ്രവർത്തകരെ, സാംസ്കാരിക പ്രവർത്തകരെ, ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഹൃദ്യമാംവിധം ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം ഞാൻ ഈ സംസാരിക്കുന്ന സമയമാകുമ്പോഴേക്കും ഒരുപക്ഷെ ഞാൻ തന്നെ സംസാരിക്കുന്നത് 31-ാമത്തെയോ 35-ാമത്തെയോ ഒക്കെ പുസ്തകങ്ങളെക്കുറിച്ചായിരിക്കും. അത്രയേറെ പുസ്തകങ്ങൾ, വൈവിധ്യങ്ങൾ, ഈ ബഹുസ്വരതയാണ് തീർച്ചയായും നമ്മുടെ ജീവിതത്തെ വിസ്തൃതമാക്കുന്നത്, വിസ്മയമുള്ളതാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഈ പുസ്തകം ജോസഫ് ആവർത്തിക്കുന്നുണ്ട്, ജർമ്മനിയിൽ കാണാൻ ഒരുപാടുണ്ട്. എല്ലാ നഗരങ്ങളിലെന്ന പോലെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളുണ്ട്, രമ്യഹർമ്മ്യങ്ങളുണ്ട്, പാർക്കുകളുണ്ട്. അതൊക്കെ യാത്രയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം തന്നെ. പക്ഷേ ജോസഫിൻ്റെ യാത്രയിൽ ജോസഫ് കണ്ടെടുക്കുന്നത് മനുഷ്യരെയാണ്, മനുഷ്യരുടെ സംഘർഷഭരിതമായ ജീവിതത്തെയാണ്. അവരുടെ സ്വപ്നങ്ങളെയും സ്മരണകളെയും സമകാലീന സത്യങ്ങളെയും അതീതത്വത്തെക്കുറിച്ചുള്ള അവരുടെ അനുഭവങ്ങളെയും അനുഭൂതികളെയുമാണ് ജോസഫ് കണ്ടെടുക്കുന്നത്. ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വെച്ച് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഈ സംക്ഷിപ്ത അവതരണം അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചരിത്രമാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും സജീവമായ, ഏറ്റവും സൂക്ഷ്മമായ, ഏറ്റവും സംവാദാത്മകമായ ചവിട്ടുനിലമായി നിലകൊള്ളുന്നത് എന്നുള്ളതുകൊണ്ട് അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. അത് ബോബി അച്ഛൻ്റെ ഓർഡിനറി എന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഹൃദ്യമായ ബോബി അച്ഛൻ്റെ വിവരണം, ആ വിവരണം എനിക്ക് നൽകിയ വിസ്മയം, ജോസഫിൻ്റെ പുസ്തകവും ബോബി അച്ഛൻ്റെ പുസ്തകവും തമ്മിൽ ഒത്തുചേരുന്ന ഒരിടം, ആ ഇടമെന്ന് പറയുന്നത് ബോബി അച്ഛൻ വിവരിക്കുന്ന ഒരു കാര്യമാണ്. അത് പൂനെയിലെ ഒരു നാടക കളരിയുടെ അനുഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നു. ആ നാടക കളരിയുടെ ഡയറക്ടർ അയോധ്യയിലെ ഇന്ത്യൻ ഫാസിസത്തിൻ്റെ വിധ്വംസകമായ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ്, ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ നാടകക്കളരിയിലെ ഈ പറഞ്ഞ സംഭവം നടക്കുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കണം. അദ്ദേഹം കളരിയിൽ പങ്കെടുത്ത ക്യാമ്പ് അംഗങ്ങളോട് രണ്ട് ഭാഗമായി വേർതിരിഞ്ഞു നിന്ന്, ഒരു കൂട്ടർ ബാബറി മസ്ജിദ് പൊളിക്കുന്നവരും മറ്റൊരു കൂട്ടർ അതിൻ്റെ ഭീതിക്ക് വിധേയരാകുന്നവരുമായി അഭിനയിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു ഭാഗത്തുനിന്ന് ആക്രോശവും മറുഭാഗത്തു നിന്ന് നിലവിളികളും ഉയർന്നു വന്നപ്പോൾ ബോബി അച്ഛൻ്റെ ഒരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. 101% സെക്കുലറായ ആളുകളാണ്. പക്ഷേ ഡയറക്ടർ ഭയപ്പെട്ടുപോയി. അതവിടെ വെച്ച് നിർത്തുകയാണത്രയോ ഉണ്ടായത്. ഒരഭിനയം പോലും നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തേക്ക് ആക്രോശവും നിലവിളിയുമായി നമ്മെ അസ്വസ്ഥപ്പെടുത്തുമാറ് രൂപാന്തരപ്പെടുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലാകെ എത്രമാത്രം ഭീതിതമായ ജനവിരുദ്ധമായ ആശയങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ചരിത്രമെന്ന് പറയുന്നത്, സ്മരണകളെന്ന് പറയുന്നത് ഭൂതകാലത്തിലെ ചത്ത വിവരങ്ങളുടെയും വസ്തുതകളുടെയും ഒരു നിഷ്ക്രിയമായ സമാഹാരമല്ല. അതാണ് നമ്മുടെ ജീവിതത്തെ
ജീവിതമാക്കി നിലനിർത്തുന്നത്. അന്തോണിയോ ഗ്രാംഷി മുസോളിനിയുടെ തടവറയിൽ നിന്ന് തൻ്റെ മകൻ ഡീലിയോവിന് എഴുതിയൊരു കത്തിൽ പറയുന്നുണ്ട്, നിനക്ക് ചരിത്രം ഇഷ്ടമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ളതാണല്ലോ. വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണത്. അതുകൊണ്ട് ജോസഫിൻ്റെ ജർമ്മൻ യാത്രകൾ അദ്ദേഹം കണ്ട 2014 ജർമ്മനി മാത്രമല്ല, ആ ജർമ്മനി അതിലുണ്ട്. എന്നാൽ 2014 നിന്നുകൊണ്ട് ജോസഫ് ഈ പുസ്തകത്തിൽ തൻ്റെ സുഹൃത്തുക്കളായ സഹപ്രവർത്തകരായ ജർമ്മനിയിലെ മനുഷ്യരോട് നിരന്തരം ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ആ കാര്യം ഇത്രമേൽ പ്രബുദ്ധമായ കലയുടെ, സംഗീതത്തിൻ്റെ, തത്വചിന്തയുടെ ഒക്കെ സാന്ദ്രമായ സാംസ്കാരിക അന്തരീക്ഷമുള്ള ഒരു മഹത്തായ രാഷ്ട്രം എങ്ങനെയാണ് കൊലയുടെയും കൊലവിളിയുടെയും എല്ലാ മൂല്യങ്ങളെയും കുഴിച്ചു മൂടുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രതിലോമകരമായ മനുഷ്യത്വ വിരുദ്ധമായ ഫാസിസത്തിൻ്റെ കൂടി ഇളകിയാട്ടത്തിൻ്റെ വേദിയായി തീർന്നത്. ഒരുപക്ഷെ ജോസഫ് അവിടെ നിർത്തുന്നില്ല. ജോസഫ് ഇന്ത്യൻ അവസ്ഥകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ പുസ്തകം എന്തുകൊണ്ട് 2020 നമ്മുടെ നിരവധി പ്രിയപ്പെട്ട പുസ്തകങ്ങൾക്കൊപ്പം പ്രിയപ്പെട്ടതായിത്തീരുന്നു എന്നതിൻ്റെ നിരവധിയായ ഉത്തരങ്ങളിൽ ഉറപ്പിച്ച് പറയാവുന്ന ഒരു ഉത്തരം ഇത് ജർമ്മനിയെക്കുറിച്ച് മാത്രമല്ല സുഹൃത്തെ, ഇത് നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് കൂടിയാണ്. യാങ് പോൾ സാർത്തിൻ്റെ വളരെ മഹത്തായൊരു പ്രയോഗം എന്ന് തന്നെ ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. മുറിവുണ്ടാക്കുന്ന പ്രയോഗമാണ് അത്. ഫ്രാൻഡസ് ഫാനൻ്റെ റച്ചഡ് ഓഫ് ദി എർത്ത് എന്ന പുസ്തകത്തിന് എഴുതിയ ആമുഖത്തിലുള്ളൊരു വാക്യമാണ്. താങ്കളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരെ മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ അപരരാക്കുന്ന ഫ്രഞ്ചുകാരുടെ ഫ്രാൻസിൽ നിലനിന്ന കുടിയേറ്റ വിരുദ്ധ അപരമാനസികാവസ്ഥയെ അപഗ്രഥിച്ചുകൊണ്ട് ആ പുസ്തകത്തിൽ ഒരിടത്തിൽ സാർത്ത് പറയുന്നുണ്ട്, ഫ്രാൻസ് ഇന്നലെ വരെ മഹത്തായ ഒരു രാജ്യത്തിൻ്റെ പേരായിരുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ അതുണങ്ങാത്ത രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന ഒരു മുറിവിൻ്റെ മഹാരോഗത്തിൻ്റെ പേരായിത്തീരും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ ഇവിടെയാണ് അവസാനിപ്പിക്കുന്നത്. ജോസഫിൻ്റെ പുസ്തകം ജർമ്മൻ യാത്രകൾ, നാസി ഭീകരതകൾക്കിടയിലെ നിലവിളിയിലൂടെ ജോസഫ് നടത്തിയ കലയുടെ, സംഗീതത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, ഓർമ്മയുടെ ഒക്കെ സജീവ സാന്നിധ്യമുള്ള ഈ പുസ്തകം ജർമ്മനിയിൽ നിന്ന് ഇന്ത്യൻ അവസ്ഥയിലേക്കുള്ള ഒരു താക്കീത്, ഒരു മുന്നറിയിപ്പ്, എല്ലാ അലസതകൾക്കും മീതെ നിതാന്തമായ ജാഗ്രതയെക്കുറിച്ചുള്ള ഒരു ഓർമ്മിപ്പിക്കൽ, മറവി മരണമാണ് എന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഒരു നല്ല കലാസൃഷ്ടി, ഒരു നല്ല പുസ്തകം അത് വായിച്ചു കഴിയുമ്പോൾ അതിനു മുമ്പുള്ള ജീവിതമല്ല നമ്മുടെ ജീവിതത്തിൽ, അത് സമകാലീന ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ ചൂടേറ്റ് എത്ര വരണ്ടതാണെങ്കിലും ഒരു നല്ല കലാസൃഷ്ടി എവിടെ നിന്നൊക്കെയോ ആർദ്രതകളെ അതിലേക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ വരണ്ട ജീവിതം നിറപ്പകിട്ടുള്ള ഒരു ജീവിതമായിത്തീരുന്നു. എവിടെ നിന്നോ ചിത്രശലഭങ്ങൾ വരുന്നു, പൂക്കൾ വിടരുന്നു, പാട്ട് കേൾക്കുന്നു. ആ സംഗീതസാന്ദ്രമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള മഹത്തായ സ്വപ്നം കൂടി ഈ ഭീതിക്കിടയിലും ഭീകരതക്കിടയിലും സൂക്ഷിക്കാൻ കഴിയുക എന്നത് മഹത്തായൊരു കാര്യമാണ്. ജോസഫിൻ്റെ പുസ്തകം നാസി ഭീകരതകളുടെ നിലവിളികൾക്കിടയിലും, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്കിടയിൽ വെച്ച് പോലും മനുഷ്യർക്ക് പ്രണയിക്കാൻ കഴിയും, സൗഹൃദത്തിലാവാൻ കഴിയും. ഒരു വാക്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ, സൗഹൃദമാണ് പോരാ, മഹാസൗഹൃദമാണ് മനുഷ്യരുടെ സമസ്ത ബന്ധങ്ങളുടെയും മൗലികമായ സ്രോതസ്സ്. സൂക്ഷ്മാർത്ഥത്തിൽ നമ്മുടെ കാൽപ്പനിക സാഹിത്യവും കാൽപ്പനിക കാഴ്ചപ്പാടും ഏറെ പ്രശംസിച്ച
പ്രണയം പോലും ആ മഹാസൗഹൃദത്തിൻ്റെ മുമ്പിൽ ചെരുപ്പൂരി വെച്ച് അത്തരമൊരു നാട്ടുനടപ്പിനെ നമുക്ക് ഒരു രൂപകമായി സ്വീകരിക്കാമെങ്കിൽ മഹാസൗഹൃദത്തിൻ്റെ അകത്തേക്ക് മഹാസൗഹൃദത്തിലേക്ക് കടക്കുകയുള്ളൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മഹാസൗഹൃദത്തിൻ്റെ ചില്ലകളിലെ മനോഹരമായ നിരവധി പൂക്കളിൽ ഒന്നു മാത്രമാണ് പ്രണയം. അതുകൊണ്ട് മനുഷ്യജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തം ചവിട്ടി നിൽക്കുന്ന മണ്ണിനോട്, ഒരു മൺതരിയോട്, തലക്കുമുകളിലെ ആകാശത്തോട്, തഴുകിപ്പോകുന്ന കാറ്റിനോട്, ഇനിയും വിടർന്നിട്ടില്ലാത്ത, പേരിട്ടിട്ടില്ലാത്ത പൂക്കളോട്, പ്രകൃതിയിലെ വിസ്മയങ്ങളോട്, നമ്മുടെ വിവരണങ്ങളിൽ നിന്ന് വഴുക്കുന്ന പ്രകൃതിയിലെ തന്നെ നമുക്കിനിയും അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അജ്ഞാതങ്ങളോട് ഒക്കെ പ്രിയം തോന്നുന്ന നേരമാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കമ്പോളത്തിനും നൽകാനാവാത്ത നിർവൃതിയായി നിറയുന്നത് നിലവിളികൾക്കിടയിലും അത്തരമൊരു നിർവൃതിയുടെ നിറവ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, പ്രഭാഷകൻ, സാംസ്കാരിക പ്രവർത്തകൻ, ചലച്ചിത്ര പ്രതിഭ എന്നീ നിലകളിൽ പുരോഗമന കലാ സാഹിത്യ സംഘത്തിനും സാംസ്കാരിക പ്രവർത്തകർക്കും പ്രിയപ്പെട്ട വി.കെ. ജോസഫിൻ്റെ ഈ യാത്രാ പുസ്തകം നൽകുന്നു. ഇനി നാം ഈ പുസ്തകം തുറക്കുകയാണ് വേണ്ടത്. ഒരിക്കൽ വായിച്ചവർ വീണ്ടും വായിക്കാൻ പല കാരണങ്ങളാൽ അവസരം കിട്ടാത്തവർ വായന തുടങ്ങുവാൻ. ഇതിലേറെ ഈ പരിമിതമായ സമയത്ത് ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് അധികപ്പറ്റാവുകയില്ലെങ്കിലും അനൗചിത്യപരമായി മാറും എന്നുള്ളതുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അതോടൊപ്പം നാം ഓർമ്മിക്കണം, മാർക്സിൻ്റെ, ഏംഗൽസിൻ്റെ, ബർത്തോൾഡ് ബത്തിൻ്റെ, വാൾട്ടർ ബെഞ്ചമിൻ്റെ, തിയോഡർ അഡോണോയുടെ, ഹെഗലിൻ്റെ നിരവധി പ്രതിഭകളുടെ, പോരാട്ടങ്ങളുടെ, വിസ്മയങ്ങളുടെ ഒക്കെ ഒത്തുചേരൽ കേന്ദ്രമായിരുന്ന ലോകത്തിലെ അതിമഹത്തായൊരു പ്രബുദ്ധ രാഷ്ട്രം എല്ലാ തരത്തിലുള്ള ജീർണതകളുടെയും പ്രതിലോമകരമായ വിധ്വംസകമായ ആശയങ്ങളുടെയും ഒരു കൂത്തരങ്ങായി തീർന്നെങ്കിൽ, അതിനെ അതിവർത്തിക്കാൻ ജർമ്മൻ ജനതയ്ക്ക് കഴിഞ്ഞെങ്കിൽ തീർച്ചയായും നമുക്ക് അതിൽ നിന്നും നിരവധി പാഠങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ ചരിത്രത്തെക്കുറിച്ച് പൊതുവെ പറഞ്ഞു പോരാറുള്ളത് എന്നിട്ടും നാം പാഠങ്ങൾ പഠിക്കുന്നേയില്ല എന്നാണ്. അത്തരത്തിലുള്ള നമ്മുടെ അലസതയ്ക്കുമേൽ വന്നു വീഴുന്ന പ്രബുദ്ധതയുടെ ഈ കനൽക്കട്ട തീർച്ചയായിട്ടും നമ്മുടെ മരവിപ്പുകളെ ഉണർത്തുക തന്നെ ചെയ്യും എന്ന പ്രത്യാശ പങ്കുവെച്ചുകൊണ്ട്, അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, ഇനിയും ഇതുപോലുള്ള സംവാദങ്ങളിൽ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.